അന്താരാഷ്ട്ര സമുദ്രമേഖലയെ നടുക്കി ഇന്ത്യൻ സമുദ്രാതിർത്തിയുടെ സമീപത്ത് വെച്ച് ഇറാന്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ ഐറിസ് ഡീന അമേരിക്കൻ നാവികസേന തകർത്തു. ഇതിന്റെ ദൃശ്യങ്ങൾ US തന്നെയാണ് പുറത്തുവിട്ടത്. മാർച്ച് 4-ന് ശ്രീലങ്കൻ തീരത്തിന് സമീപം നടന്ന ഈ മിന്നലാക്രമണത്തിൽ അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ആണ് ഉപയോഗിച്ചത്. അമേരിക്കൻ അന്തർവാഹിനി തൊടുത്തുവിട്ട ടോർപിഡോ പ്രഹരത്തിലാണ് കപ്പൽ മുങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ശത്രു രാജ്യത്തിന്റെ കപ്പലിനെ അമേരിക്ക ടോർപിഡോ ഉപയോഗിച്ച് തകർക്കുന്നത് ഇതാദ്യമായാണ്. വെള്ളത്തിനടിയിലൂടെ സഞ്ചരിച്ച് ശത്രു കപ്പലുകളെയോ സബ് മറൈനുകളെയോ തകർക്കുവാൻ ഉപയോഗിക്കുന്ന സ്വയം നിയന്ത്രിത സ്ഫോടക വസ്തുവാണ് ടോർപിഡോ. ഇവ കപ്പലിന്റെ അടിഭാഗത്ത് പതിച്ച് വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിലൂടെ കപ്പൽ അതിവേഗം മുങ്ങാൻ കാരണമാകുന്നു. ഈ ആക്രമണത്തിൽ അമേരിക്ക മാർക്ക് 48 ടോർപിഡോയാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കപ്പലിൽ ഏകദേശം 180 ജീവനക്കാർ ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ കുറഞ്ഞത് 87 പേർ കൊല്ലപ്പെട്ടതായും 60-ലധികം പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 32 ഇറാനിയൻ നാവികരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ ശ്രീലങ്കയിലെ ഗാലിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വിശാഖപട്ടണത്ത് നടന്ന മിലൻ 2026 നാവിക അഭ്യാസത്തിലും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിലും പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഇറാന്റെ കപ്പൽ അമേരിക്ക തകർത്തത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആക്രമണം സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര സമുദ്രത്തിൽ സുരക്ഷിതരാണെന്ന് കരുതിയ ഇറാനിയൻ കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് നിശബ്ദമായി തകർത്തു എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. ഇതിനോടകം തന്നെ ഇറാന്റെ 10ഓളം നാവിക കപ്പലുകൾ അമേരിക്ക തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്.